ഈശോമിശിഹായിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും കർത്താവായ യേശുവിൻ്റെ പരമമായ അധികാരത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ഭവനം പ്രാർത്ഥനാലയമായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ യേശു ദേവാലയം ശുദ്ധീകരിച്ചു. ഇത് കേവലം ഒരു കെട്ടിടത്തിൻ്റെ ശുദ്ധീകരണമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണത്തിനായുള്ള ആഹ്വാനമായിരുന്നു. ദൈവഭവനത്തിൽ കച്ചവടം നടക്കുന്നത് കണ്ടപ്പോൾ കർത്താവായ യേശു സ്വാഭാവികമായും കോപിഷ്ഠനായി. കാരണം പ്രാർത്ഥനയും ആരാധനയും വിശുദ്ധമായ കാര്യങ്ങൾ നടക്കേണ്ട സ്ഥലത്ത് ഭൗതികമായ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധാലുക്കളായിരിക്കണം സഹോദരങ്ങളെ. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകേണ്ട സമയങ്ങളിൽ ഫോണിലും ടി വിയിലും ഇൻ്റർനെറ്റിലും അതുപോലെ മറ്റ് ലൗകിക കാര്യങ്ങൾക്കാണ് നാം ഇന്ന് മുൻഗണന നൽകുന്നത്, ശരിയല്ലേ? കർത്താവായ യേശു ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചു. ജനങ്ങളെല്ലാം കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പഠിപ്പിക്കലുകൾക്ക് വലിയ ശക്തിയുണ്ടായിരുന്നു. എന്നാൽ പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ തക്കം പാർത്ത് നടന്നു. അവർ ഭയപ്പെട്ടത് ദൈവത്തെയല്ല, മറിച്ച് ജനങ്ങളെയായിരുന്നു. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഹൃദയങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവമേ, ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും കേന്ദ്രമാക്കി മാറ്റണമേ കർത്താവേ. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ കളങ്കപ്പെടുത്താതിരിക്കട്ടെ. കർത്താവായ യേശുവിനെ പോലെ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അതിനു വേണ്ടുന്ന കൃപ നൽകി ഈ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.